ഞാനൊരു കാര്യം പറയാം. ഞാൻ രഞ്ജിത്തുമായിട്ട് അതുവരെ സംസാരിക്കുന്ന ആളും വളരെ പരിചയമുണ്ടായിരുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രാജീവ് എൻ്റെ ഇന്ത്യൻ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എഴുതിയ രാജീവാണ്. ഞാൻ അത്ര അടുത്ത സുഹൃത്ത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കിഡ്നി ഡാമേജ് വന്നാണ് മരിച്ചത്. അപ്പം ഞാൻ വളരെ സൗഹൃദമാണ്. പക്ഷേ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയത് ശേഷം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ മാറിക്കളയും. കാണുമ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, വിങ്ങിപ്പൊട്ടി. പിന്നെ ഞാൻ എന്തുകൊണ്ട് കയറി അടിച്ചില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു യൂണിറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് ഷൂട്ടിംഗ് തുടരണ്ടേ? അവരെ രമ്യതയിൽ പരിഹരിക്കാനല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ. കാരണം കോടികൾ മുടക്കി മോഹൻലാലിൻ്റെ പോലുള്ള ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം അതിലൊരു ഇഷ്യൂ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ പരിഹരിച്ച് അവർക്ക് ഷൂട്ടിംഗ് തുടർന്നുകൊണ്ട് പോകണം. അതിലൊരാൾ പോയാൽ ഈ ഷൂട്ടിംഗ് എല്ലാം മുടങ്ങും. ഒടുവിൽ പോയാൽ ആ ഷൂട്ടിംഗ് തീരും. രഞ്ജിത്ത് പണിക്ക് പോയാൽ നടക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എപ്പോഴും പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കയറി അടി കൊടുക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവരൊന്നും അതിന് മുതിരത്തില്ല. തെറ്റായിപ്പോയെന്ന് പറയും, അത് തെറ്റായി, അത് ശരിയായില്ല, അതിന് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഉള്ളിൽ വിഷമമുണ്ടെന്ന് പറയും. പക്ഷേ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഉടനെ തന്നെ എല്ലാവരും കൂടെ കയറ്റി അദ്ദേഹത്തിന് വണ്ടി കയറ്റി കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ പോയി കഴിഞ്ഞ് 2 ദിവസത്തേക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് വെച്ചില്ല. അദ്ദേഹം നോർമലായിട്ട് വരാൻ വേണ്ടി. പിന്നീടാണ് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം അദ്ദേഹം വലിയ ഒരു മ്ലാനത ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ രഞ്ജിത്തിനോടുള്ള ഇത് വെച്ചോ അല്ലെങ്കിൽ ഇത് വൈറലാക്കി എനിക്ക് കുറച്ച് യൂട്യൂബിൽ ആൾ വരുമെന്ന് വിചാരിച്ചൊന്നും അല്ല. എല്ലാ സംഭവങ്ങളും ഞാൻ പറയും, പലതും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ. ഇതുപോലുള്ള ഇപ്പം ഇതൊരെണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എന്തെല്ലാം കിടക്കെന്ന് പറയാൻ ഇനിയുണ്ട്. അയ്യോ, അതാണ് പറഞ്ഞത്. ഇതെന്ന് സിനിമ ഇതെന്ന് പറയുന്നത് ഇപ്പോഴല്ലേ എല്ലാം തുറന്ന് ആളുകൾ അറിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ കുഴപ്പക്കാരുണ്ടെന്നുള്ള ജനം അറിഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനും തുറന്നു പറയുമ്പോൾ ഇതെല്ലാം അറിയും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അത്ഭുതത്തോടെയാണ് ആളുകൾ നിൽക്കുന്നത്. ഇങ്ങനെ നടക്കുമോ, ഇതെന്താണ്, ശരിയാണോ, ഇങ്ങനെ ചുമ്മാ പറയുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞത്, നിങ്ങൾ തമാശ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആ തമാശ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാതെ പോയത്, ഞാൻ അതൊരു കാര്യം അതിനകത്ത് വിഷയമില്ല എന്ന് വിചാരിച്ചാണ്. ഞാൻ ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഞാൻ ഓർത്തില്ല ഇത് പറയുമ്പോൾ ഇത്രത്തോളം വരുമെന്നുള്ള. ഞാൻ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനകത്ത് തമാശ എന്ന് പറയുന്നത് അവാർഡ് സിനിമകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവർ തമ്മിൽ നടന്നത്. രഞ്ജിത്തും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നടന്നത്. അപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഭയങ്കര ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളോട് വലിയ സ്നേഹവും വലിയ ഇതൊക്കെയാണ്. ഞാൻ ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാനില്ല, ഇത് പിന്നീട് അവിടെ നിന്ന് അതാണ് കണ്ടതും കേട്ടതുമാണ് പറയുന്നത്. അവിടെ നിന്ന് അറിഞ്ഞ വിവരമാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് അറിയുമ്പോൾ പറയാം അത് അവാർഡിനെ പറ്റി പുള്ളി. അപ്പോൾ ഇയാൾ ഉറച്ചു നിൽക്കുകയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹവും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ആളും അന്നത്തെ ഒരു വലിയ സോഷ്യൽ സിനിമയുടെ പറ്റാതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതേതാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അംഗീകരിച്ചു കൊടുക്കാതെ ഇദ്ദേഹത്തെ പുകഴ്ത്തിയതാണ് ഈ അടി കിട്ടാനുള്ള കാരണമെന്നാണ്. അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിച്ച് അടിമേടിച്ചെന്നാണ് ഞാൻ അന്നറിഞ്ഞത് സംഭവം. അതൊക്കെ പിന്നെ വലിയ പ്രസക്തി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതിനൊന്നും കാര്യം എന്തോ ഒരു തമാശയെന്നോ, അത് ഒരു തമാശ രൂപേണയാണ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. അവാർഡ് കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളത് 100% ഉറപ്പാത് വഴക്കുണ്ടായത്. അല്ലാതെ തന്തയ്ക്ക് വിളിയോ കളിയാക്കുകയോ അതൊന്നുമല്ല. ഇത് ബേസ് സംഭവം എന്ന് വെച്ചാൽ അവാർഡിന് വേണ്ടിയുള്ള പ്രശ്നം. അതാണ് തർക്കത്തിൻ്റെ കാരണം.